യുദ്ധം ശരിക്കും ബാധിക്കുന്നത് നമ്മളെ കൂടിയാണ്. യുദ്ധം 1-ാം തീയതി മുതൽ തന്നെ നമ്മളെ ബാധിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. ഗൾഫ് മേഖലയിൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്ന വേളയിൽ വിമാന സർവീസുകളൊക്കെ പൂർണ്ണമായും നിലച്ചു. അത് നമ്മുടെയൊക്കെ യാത്രയെ ബാധിക്കുകയും ചെയ്തു. ഇപ്പോഴിത് ഏറ്റവും ഒടുവിലായി വലിയ ക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാചകവാതക ഗ്യാസിനാണ്. പാചകവാതകത്തിന് ക്ഷാമം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പലയിടത്തും പല സർക്കാർ ക്യാൻറ്റീനുകൾ പോലും പൂട്ടി എന്നുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയുമാണ്. അങ്ങനെ യുദ്ധം ഏത് രീതിയിലൊക്കെയാണ് നമ്മളെ ഇനി ബാധിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ടതേ ഉള്ളൂ. ദാവൂദ്, ഇന്ത്യ ഒരു നിലപാട് കൃത്യമായി സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ യുദ്ധം ഇന്ത്യയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ല, യുദ്ധം ഇന്ത്യ മാത്രമല്ല, നേരത്തെ പറഞ്ഞ ലോകത്തെ എല്ലായിടത്തും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ന് പറയുന്ന വലിയ ഒരു ബില്യണിലധികം പോപ്പുലേഷനുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ മഹാഭൂരിപക്ഷവും പുറത്തുനിന്നുള്ള ഇമ്പോർട്ടിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ യുദ്ധം ഏറ്റവും ബാധിച്ചിരിക്കുന്ന എനർജി സെക്ടറിനെയാണ്. അത് നമ്മളെയും ബാധിക്കും. 70% ഡ്രോപ്പാണ്. ഇപ്പം LNGയുടെ കാര്യമാണ്, LPGയുടെ കാര്യമാണ് നൗഫൽ പറഞ്ഞത്. 70% ഡ്രോപ്പാണ് കമേഴ്ഷ്യൽ LPG ഡിസ്ട്രിബ്യൂഷനിലുണ്ടായത്. 70% എന്ന് പറഞ്ഞാൽ 30% നടക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ സർക്കാർ ഓഫ് കോഴ്സ് സർക്കാർ വളരെ നിസ്സംഗമായിട്ട് നിൽക്കുകയാണ് എന്ന് പറയാൻ പറ്റില്ല. അവർ ഇങ്ങനത്തെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾക്ക് എനർജി റിസർവ് ഉള്ള രാജ്യമാണ്. നമ്മൾ 250 മില്യൺ ബാരൽ ഫ്യൂവൽ ബഫർ സ്റ്റോക്ക് നമ്മുടെ രാജ്യത്ത് എപ്പോഴും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ 4000 കോടി ലിറ്ററാണ്. 3 കേന്ദ്രം, വിശാഖപട്ടണം, മംഗലാപുരം, പുതൂർ, ഈ 3 സ്ഥലങ്ങളിലെ വലിയ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം. 80% ഫില്ലാണത്. എന്ന് പറഞ്ഞാൽ 4000 കോടി ലിറ്റർ, അറൗണ്ട് 50 ഡേയ്സിന് കൺസ്യൂം ചെയ്യാനുള്ള ക്രൂഡ് ഓയിൽ റിസർവുകൾ നമുക്കുണ്ട്. പിന്നെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ക്രൂഡ് ഓയിലിൻ്റെ നമ്മുടെ ഡിപ്പെൻഡൻസി ഹോർമുസ് വഴിയുള്ളത് 40% 40% ഹോർമുസ് വഴി നമുക്ക് ക്രൂഡ് ഓയിൽ വരുന്നത്. ബാക്കി 60% അതർ സോഴ്സസ് ആണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം അതെല്ലാം വളരെ ദൂരത്ത് നിന്നുള്ളതാണ്. അത് റഷ്യ ഓൾറെഡി നമ്മൾ കരാറായതാണ്. പക്ഷേ റഷ്യൻ ഓയിലും റഷ്യയുണ്ട്, അസർബൈജാൻ, കസാക്കിസ്ഥാൻ, അതൊക്കെ ഉണ്ട്. അതൊക്കെ വരുന്നത് റെഡ് സീ, ബാബുൽ മന്ദി, സുവേസ് കനാൽ കടന്ന് ചിലവ് കൂടുന്നു മാത്രമല്ല, അതും എഗൻ ഒരു വലറ്റൽ റീജിയൻ ആണല്ലോ. ഈ യുദ്ധം നടക്കുന്ന ഏരിയ തന്നെയാണ്, മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് സീ മേഖലകളിൽ ഏതെങ്കിലും പോർട്ട് വഴി ഈ തുർക്കിയിലെ മർമര സ്ട്രൈറ്റ് വഴി മെഡിറ്ററേനിയനിൽ കടന്ന് അവിടുന്ന് സൂയസ് കനാൽ കടന്ന് റെഡ് സീ വഴി, റെഡ് സീയിലെ എഗൻ ഈ ഹോർമുസ് കടലൊടുക്ക് എന്ന് പറയുന്ന പോലെ തന്നെ അതിനേക്കാൾ നാരോ ആയിട്ടുള്ള ഇതാണ് ഈ ബാബുൽ മന്ദി, ഹൂത്തികളുടെ ഏരിയയാണത്. ബാബുൽ മന്ദി കടന്നിട്ടാണ് ഈ സാധനം വരുന്നത്. നൗഫൽ പറഞ്ഞ ചിലവ് കൂടും, റിസ്ക് എലമെൻറ്റ് കൂടുതലാണ്. പ്രത്യേകിച്ച് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, നേരത്തെ മൈനിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇറാൻ മൈൻ വെച്ചു, കടലിൽ മൈൻ വെച്ചു എന്ന് വെക്കണമെന്നില്ല, മൈന് വെക്കും എന്ന് പറഞ്ഞാൽ മതി. അപ്പോഴേക്കും എന്താ സംഭവിച്ചാൽ ഈ ഇൻഷുറൻസ് ഭയങ്കരമായിട്ട് കൂടും. 3 times 4 times അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വിധം ഈ മാരിടൈം ഇൻഷുറൻസ് ഉണ്ടല്ലോ, അത് വർദ്ധിക്കും. അപ്പോൾ സാമാന്യഗതിയിൽ അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ വിൽക്കുന്ന വിലക്ക് എണ്ണ വിൽക്കാനോ വാങ്ങാനോ പറ്റാത്ത സെനാരിയോ ഉണ്ടാകുക. അപ്പോൾ ആ ഒരു പ്രശ്നം എണ്ണയുടെ മേഖലയിൽ, ക്രൂഡ് ഓയിലിൻ്റെ മേഖലയിൽ ഈ പറഞ്ഞ റിസർവ് ഉണ്ട്, ഒരു 50 days റിസർവ് ഉണ്ട് എന്നുള്ളൊരു ആശ്വാസം മാറ്റി നിർത്തിയാൽ, പിന്നെ 40% ഹോർമുസ് വഴി വരുന്നുള്ളൂ എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അതിലൊരു ആശ്വാസത്തിൻ്റെ എലമെൻ്റ് എന്ന് വിചാരിക്കാം. പക്ഷേ LNGയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. LNGയുടെ കാര്യത്തിൽ ഗ്യാസ് വരുന്നത് 80% ഹോർമുസ് വഴിയാണ്. എന്നാൽ ഖത്തറാണ് അതിൻ്റെ മെയിൻ സപ്ലയർ. ഖത്തർ, സൗദി, UAE, അതിൽ തന്നെ അഗൈൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷവും ഖത്തർ മറ്റേ ഫോഴ്സ് മജൂർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പരിപാടി എനിക്ക് നടക്കില്ല, ഇനി ഇല്ല എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി നടക്കും. ഫോഴ്സ് മജൂർ പ്രഖ്യാപിച്ചില്ല എന്ന് വിചാരിക്കുക. ഈ ഓയിൽ ടാങ്കറുകൾക്ക് ഹോർമുസ് വഴി ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ വരാൻ പറ്റില്ല. കാരണം ഒരു ചെറിയ ഷാർപ്നർ വന്ന് വീണാൽ മതി, അത് സൃഷ്ടിക്കുന്ന ആഘാതം, അതിൻ്റെ എങ്ങനെയാണ് അത് കത്തിപ്പാളുക എന്നൊക്കെയുള്ള വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ 80% നമുക്ക് വരുന്നത് ഹോർമുസ് വഴിയാണ്. അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. ഇപ്പോൾ തന്നെ കൊച്ചിയിൽ, ബാംഗ്ലൂർ, പല നഗരങ്ങളിലും ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ വലിയ തോതിലുള്ള ക്ലോഷർ വന്നു കഴിഞ്ഞു. ക്വിക്ക് കുക്ക് സ്നാക്സുകളിലേക്ക് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. വലിയ നമ്മൾ പറയാം ബർഗറുകൾ, അതിനൊന്നും വലിയ കുക്കിംഗ് ടൈമിൻ്റെ ആവശ്യമില്ലല്ലോ. ഗ്യാസിൻ്റെ ഇതിൽ വെച്ച് അമർത്തിയാൽ നടക്കുന്ന അത്തരം സ്നാക്കുകളിലേക്ക് മാറുകയാണ്. അപ്പം നമ്മൾ പ്രധാനപ്പെട്ടൊരു തൊഴിൽ മേഖല കൂടെയാണ് ഈ ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്.
അതിനകത്ത് വലിയ ആഘാതം ഉണ്ടാകാൻ പോവാണ്. ഇതിനേക്കാളൊക്കെ വലിയൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊതുവെ ചർച്ച ചെയ്യപ്പെടാത്തൊരു ഏരിയ കൂടെയാണ്. ഈ LNGയിൽ ഉണ്ടാകുന്ന ഡെഫിസിറ്റ് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന ഒരു ഏരിയ എവിടെയാണെന്ന് അറിയോ? ഫെർട്ടിലൈസർ പ്രൊഡക്റ്റിലാണ്. കാരണം ഫെർട്ടിലൈസർ പ്രൊഡക്റ്റ് ഇതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രയോറിറ്റി പ്രോട്ടോക്കോൾ പ്രഖ്യാപിച്ചല്ലോ. ഈ LPGയുമായി ബന്ധപ്പെട്ട് പ്രയോറിറ്റി പ്രോട്ടോക്കോൾ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ടൈപ്പ് 2-ലാണ് ആരുള്ളത്? ഫെർട്ടിലൈസർ ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആവശ്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ഈ ഡൊമസ്റ്റിക് കൺസപ്ഷൻ, പിന്നെയുള്ള കമേഴ്ഷ്യൽ കൺസപ്ഷൻ, ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ആർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ? ഫെർട്ടിലൈസർ കമ്പനി കൊടുക്കാൻ പറ്റുള്ളൂ. യൂറിയ ഉൽപ്പാദനം, അമോണിയ ഉൽപ്പാദനം ഇതിനകത്ത് സ്റ്റാൻഡ് സ്റ്റിലാകാൻ പോവുകയാണ്. അതും കൂടെ എഗൻ നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് യൂറിയ ഉൽപ്പാദനത്തിൻ്റെ 30% ഇറാനാണ്. 30% ഇറാനാണ്, 15% ഖത്തറാണ്. എന്നാൽ 30 + 15 എത്രയായി? 45 ആയി. ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കാത്ത വിധം നമ്മളുടെ ഏറ്റവും ഇമ്മീഡിയറ്റ് ഒരു സപ്ലയർ എന്ന് പറയാവുന്ന, സപ്ലയർ ആകാൻ പറ്റുന്ന 2 കേന്ദ്രങ്ങൾ ഇറാനാണ്, ഖത്തറാണ്. ലോകത്തിന് ഏറ്റവും വലിയ പ്ലെയേഴ്സാണ് ഈ ഫെർട്ടിലൈസർ ഇൻഡസ്ട്രിയിൽ. അതവിടെ ബ്ലോക്ക് ചെയ്യുന്നത്. കാഫ്കോമാണ് ഖത്തറിൽ ചെയ്യുന്നത്. കാഫ്കോം അടച്ചു പൂട്ടിയിരിക്കുകയാണ്. കാഫ്കോം പ്രവർത്തനം നിർത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ സാധനം നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യണം, എന്ത് വേണം? LNG വേണം. അത് ഈ പ്രയോറിറ്റി പ്രോട്ടോക്കോളിൽ അതില്ല. സംഭവിക്കാമെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു അഗ്രികൾച്ചർ എക്കണോമി നിലനിൽക്കുന്ന രാജ്യം, നമ്മൾ മൺസൂൺ സീസണിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീസണിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇവിടെ യൂറിയയുടെ, അമോണിയത്തിൻ്റെ, ഫെർട്ടിലൈസറിൻ്റെ ഇത് സംഭവിക്കാൻ പോകുമ്പോൾ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റിയെ കൂടെ ബാധിക്കാൻ പോവുകയാണ്. എനർജി സെക്യൂരിറ്റി തുടങ്ങി അതിൻ്റെ ഒരു സ്പൈറലിംഗ് എഫക്റ്റ് എവിടേക്ക് പോവുകയാണ്? ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ സർക്കാർ ഒരുപാട് ധാന്യങ്ങൾ കിട്ടാനില്ല, പാചകം ചെയ്യാനുള്ള അപ്പോൾ യുദ്ധം എങ്ങനെയാണ്? യുദ്ധം എന്ന് പറഞ്ഞാൽ മിത്രങ്ങൾ ഇപ്പോഴും വിചാരിക്കുന്ന പോലെ കുറേ ആളുകളെ കൊല്ലാനുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാവുകയും കുറേ ആളുകളെ കൊല്ലുകയും ചെയ്താൽ വിജയിക്കാവുന്നൊരു പരിപാടിയല്ല യുദ്ധമെന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ട സന്ദർഭമാണ്. ഇതൊരു പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രിക്കോഷൻ ആയിരിക്കുമോ? കാരണം ക്ഷാമം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് പൂഴ്ത്തിവെക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്തൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഉറപ്പായിട്ടും. അല്ലാതെ ഇന്ത്യയിൽ പെട്ടെന്ന് 4 ദിവസം 5 ദിവസം 6 ദിവസം കഴിയുമ്പോഴേക്കും ഗ്യാസ് എല്ലാം തീർന്നു പോയി എന്ന് നമ്മൾ വിശ്വസിക്കേണ്ട. അതൊരു പ്രിക്കോഷണറി മെഷർ തന്നെയാണ്. പക്ഷേ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കാൻ കാരണം 2ആണ്. ഒന്ന്, വളരെ വലിയ ക്ഷാമം വരാൻ പോകുന്നു, അത് ഇന്ത്യക്ക് മനസ്സിലായി. അത് LPG മാത്രമല്ല, LPG ആണ് ഇപ്പോഴെങ്കിൽ എണ്ണ ഒരുപാട് താമസിക്കുന്നതാണോ വിചാരിക്കുന്നത്. ഇപ്പോൾ പെട്രോൾ അതും അധികം താമസിക്കാതെ സംഭവിക്കും. ഈ 2 കാര്യങ്ങളും വളരെ വലിയ ക്രൈസിസിലേക്ക് നമ്മൾ പോവുകയാണെന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിൻ്റെ ഒരു പ്രശ്നം, ഈ യുദ്ധം ഇന്ത്യക്ക് തടയാൻ പറ്റുമായിരുന്നു എന്ന് പോലും ചിന്തിക്കേണ്ട, ഒരു തിരിച്ചാലോചിക്കേണ്ട ഒരു സമയമാണ്. ഈ USA-യുടെയും ഇസ്രായേലിൻ്റെയൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് പാർട്ട്ണറായി ഇന്ത്യ മാറിയൊരു സാഹചര്യമാണ്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ എന്തൊക്കെ ചെയ്യും, നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ ഇറാൻ ചെയ്യും എന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സാണ് നമ്മൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് അവർക്ക് മനസ്സിലായില്ലായിരിക്കും. പക്ഷേ വേറൊരു വസ്തുത കൂടി ആലോചിക്കണം. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ ഇസ്രായേലിൻ്റെ താല്പര്യം എന്തായിരുന്നു? ഇസ്രായേൽ ഒരു വളരെ ചെറിയ രാജ്യമാണ്, അവർ സർവൈവ് ചെയ്യും. ഇറാൻ ഒരു കാരണവശാലും നന്നാവരുത്, നശിച്ച് നാമാവശേഷമാകുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് ബീബി എന്ന ബെഞ്ചമിൻ നെതന്യാഹു ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. ആ ലക്ഷ്യത്തിലേക്ക് അവർ നീങ്ങുകയാണ്. അതുമാത്രമാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇസ്രായേലിന് ആ ഏരിയയിൽ വേണ്ടത് ഒരു അശാന്തിയാണ്, ഒരു വലിയ കെയോസാണ്. ഗൾഫിൽ മൊത്തം ഉണ്ടാകേണ്ടത് കെയോസാണ്. ഇന്ത്യക്ക് വേണ്ടത് ഗൾഫിൽ സമാധാനമാണ്, സുസ്ഥിരതയാണ്. ചുരുക്കത്തിൽ നമ്മുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള എനർജി കൺസേണിൽ ഇസ്രായേലിൻ്റെ താല്പര്യവും നമ്മുടെ താല്പര്യവും ഘടകവിരുദ്ധമാണ്. ഈ അടിസ്ഥാന തത്വം ഇന്ത്യക്കോ മോദിക്കോ മനസ്സിലായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ്? യുദ്ധത്തിന് തൊട്ട് മുമ്പ് അടിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായ സമയത്ത് അവിടെ പോയി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കെട്ടിപ്പിടിച്ച ആളുടെ പേരാണ് നരേന്ദ്രമോദി. അതേ ഇസ്രായേൽ നടത്തിവെച്ച യുദ്ധത്തിൻ്റെ പരിണത ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് നമ്മളെ രക്ഷിക്കാനാവില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ വിതറിക്കഴിഞ്ഞാൽ ഈ മൈൻ ആരെടുത്ത് മാറ്റുമെന്നാണ്. നേരത്തെ ദാവൂദ് സൂചിപ്പിച്ചതുപോലെ മൈൻ വീഴാൻ പോകുന്നുവെന്ന് പറഞ്ഞാൽ തന്നെ ഇൻഷുറൻസ് തുകകൾ കൂടും. ഇപ്പോൾ ഇൻഷുറൻസ് ഇല്ല ഒരു കപ്പലിനും. അതായത് സത്യത്തിൽ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തിയത് ഇസ്രായേലിൻ്റെ മിസൈലുകളല്ല, ഇറാൻ്റെ മിസൈലുകളല്ല. മിസൈൽ അടിക്കുമെന്ന പേടിയിൽ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് കൊടുക്കുന്നത് നിർത്തിവെച്ചതാണ്. ഇൻഷുറൻസ് ഇല്ലാതെ ഒരൊറ്റ കപ്പലും പോവില്ല. അവരുടെ ടാങ്കറെടുക്കില്ല, മുങ്ങിപ്പോയാൽ തീർന്നില്ലേ, ബില്യണുകളുടെ നഷ്ടം വരും. പക്ഷേ ഇതിനിടയ്ക്ക് വളരെ കൗതുകകരമായ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്.
ടെക്സസിൽ അമേരിക്ക പുതിയൊരു ഓയിൽ റിഫൈനറി തുടങ്ങുന്നു. അമേരിക്ക ഓയിൽ റിഫൈനറികൾ കുറവാണ്, അമേരിക്കയ്ക്ക് അതിൻ്റെ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ടെക്സസിൽ ഒരു പുതിയ ഓയിൽ റിഫൈനറി സ്റ്റാർട്ട് ചെയ്യുന്നു. $300 ബില്യൺ ഡീലാണ്. ആരാ നടത്തുന്നതെന്നറിയോ? റിലയൻസിൻ്റെ ഡീലാണ്. അത് ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറച്ച് മുമ്പ് അത് ട്വീറ്റ് ചെയ്തു. പുതിയ സാധനം വരികയാണ്, ഒരുപാട് പേർക്ക് ജോലി കിട്ടും. 50.39 പ്രൊമോട്ടർ സ്ട്രൈക്കിലാണ് റിലയൻസ് വരുന്നത്. നമ്മൾ കലക്കും എന്നാണ് പറയുന്നത്. നോക്കണേ, യുദ്ധത്തിൽ ആർക്കൊക്കെയാണ് നഷ്ടം, ആർക്കാണ് ലാഭം? ഇവിടെയും റിലയൻസിനൊരു പുതിയ ഒരു ഓയിൽ റിഫൈനറി വരികയാണ്. ജാംനഗറിലെ റിലയൻസിൻ്റെ ഓയിൽ റിഫൈനറിയിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട അസംസ്കൃത എണ്ണ എവിടുന്നാണ്? അത് ഹോർമൂസ് കടലിൽ കൂടി ഇവിടെ വരേണ്ടതാണ്. അതിന് വരില്ല കുറേ കാലത്തേക്ക്. ആ സാധനം ഏതാണ്ട് വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ടെക്സസിൽ ട്രംപിൻ്റെ ആശീർവാദത്തോടെ റിലയൻസ് പുതിയൊരു ഓയിൽ റിഫൈനറി തുടങ്ങുന്നത്. ഇവിടെ പോയാൽ അവിടെ. അപ്പോൾ ലാഭം പിന്നെയും റിലയൻസിനാണ്. ഒരു യുദ്ധം, ഒരു ഭ്രാന്തൻ ഭരണാധികാരിയുടെ നീക്കം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അനുഭവിക്കുന്നു. ഒരു വലിയ വ്യവസായിക്ക് അവിടെയും ഒരു ലാഭമുണ്ടാവും. ഇതുകൂടെ നമ്മളൊന്ന് ഓർക്കണം. ഇതിപ്പോൾ റിലയൻസിന് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വരുമായിരിക്കും. പക്ഷേ നോക്കൂ ഇതിൻ്റെ ട്രാജക്ടറി. ഇന്ത്യയിലെ ഊർജ്ജ പ്രതിസന്ധി സത്യം പറഞ്ഞാൽ നമ്മൾ വളരെ സമാധാനപരമായി ഈ ഇരുന്ന് സംസാരിക്കുന്ന നമ്മുടെ പോലും നിയന്ത്രണം വിട്ടുപോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നാളെയോ മറ്റന്നാളോ പോകാം എന്നൊരു സ്ഥിതിയിലാണ്. നമ്മളൊരു ഒരു 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 പൊട്ടിത്തെറിക്കാൻ പോകുന്ന ഒരു ടൈം ബോംബിൻ്റെ മൂലക്കിരിക്കുന്ന മനുഷ്യരെ പോലെയാണ്. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന കട നാളെ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. അത്രയും ക്രൈസിസാണ്. ഇതിവിടെ മാത്രമല്ല, പാകിസ്ഥാൻ, ഏഷ്യയിൽ മുഴുവൻ ഈ ക്രൈസിസ് ഉണ്ട്. പാകിസ്ഥാനിലെ സ്കൂളുകളുടെ 4 ദിവസം അതോ 3 ദിവസം മാത്രമേ പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ബാങ്കുകൾ മാത്രമേ പ്രവർത്തിക്കൂ. സർക്കാർ ഓഫീസുകൾ പൂട്ടാൻ തീരുമാനിച്ചു, മുഴുവൻ സമയം പ്രവർത്തിക്കേണ്ടാൻ തീരുമാനിച്ചു. അങ്ങനെ നോക്കിയാൽ വ്യാപകമായ പ്രതിസന്ധിയാണ് നടക്കാൻ പോകുന്നത്. റിലയൻസ് അപ്പുറത്ത് ടെക്സസിൽ പോയി ഒരു ഓയിൽ റിഫൈനറി തുടങ്ങുകയും അമേരിക്കയുടെ അവിടുന്ന് കുഴിച്ചെടുക്കുന്ന ഓയിൽ റിഫൈൻ ചെയ്ത് അമേരിക്കയ്ക്ക് കൊടുക്കുകയും ചെയ്യുമായിരിക്കും. പക്ഷെ നമ്മളെ ആര് രക്ഷിക്കും എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ ദീർഘവീക്ഷണത്തോടെ ആലോചിച്ചിരുന്നെങ്കിൽ ഇന്ത്യക്ക് ശ്രമിക്കാമായിരുന്നു ഈ യുദ്ധം ഒഴിവാക്കാനെന്ന് ഞാൻ ഉറപ്പായും വിചാരിക്കും. ഞാൻ അതാ പറഞ്ഞത്, ഞാൻ ഉറപ്പായിട്ടും വിചാരിക്കുന്നു വിളിക്കുമായിരിക്കും. ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, ഇനിയെങ്കിലും വിളിക്കുമായിരിക്കും. ഇന്ന് രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ലോകരാജ്യങ്ങൾ മുഴുവൻ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമായിരിക്കും. ഐയുടെ ഒരു റിലീസ് കൂടെ വന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ഓയിൽ റിസർവുകൾ, ലോകത്ത് പലയിടത്തും സൂക്ഷിച്ച ഓയിൽ റിസർവുകൾ തുറക്കാനായിട്ടുള്ള 32 രാജ്യങ്ങളിലെ യോഗം നടക്കാൻ പോവാണ്. ഓയിൽ റിസർവുകൾ മുഴുവൻ തുറക്കണം. അത്രയും വലിയ ഓയിൽ റിസർവ് ഓപ്പൺ അപ്പ് ചെയ്യണമെന്ന് ഐ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ത്യ അത് ഞങ്ങളുടെ പ്രയോറിറ്റിയിലില്ല, ഇന്ത്യ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഐ ആ 32 രാജ്യങ്ങൾക്ക് ആ കത്ത് കൊടുത്തു. കാരണം അത്രയും വലിയ ക്രൈസിസാണ്. നമ്മൾ വിചാരിക്കുന്ന കളിയല്ല ഈ സാധനം എന്നുള്ളത് വ്യക്തമാണ്. അവിടെ ഇന്ത്യക്ക് മാത്രമായ സർവൈവൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ്റെ ജനതയ്ക്കൊപ്പം നമ്മൾ മുങ്ങുക, അല്ലെങ്കിൽ ഇറാൻ്റെ ജനതയ്ക്കൊപ്പം നമ്മളും സർവൈവ് ചെയ്യുക. നോക്കൂ, എവിടെയോ കിടക്കുന്ന ഒരു രാജ്യം, നമുക്കുമായി യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളില്ലാത്ത ഒരു രാജ്യത്തിലെ ജനങ്ങളുടെ സർവൈവലും നമ്മുടെ സർവൈവലും ഒരുമിച്ചാകുന്ന ഒരു പ്രത്യേക ദശാസന്ധിയാണ്, ചരിത്രസന്ധിയാണ്. ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ളത് ഭരണാധികാരികൾ തീരുമാനിക്കണം, ശരിയായി തീരുമാനിക്കണം. അതേ ഉള്ളൂ ഇനി വഴിയുള്ളൂ. യെസ്.